എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് വീട് വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത്, അല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വീടൊന്ന് വൃത്തിയാക്കണം, വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ അതിനുള്ള 3 ടിപ്സാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ് കേട്ടോ, വീടെങ്ങനെ വൃത്തിയാക്കി വെക്കാമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഉപയോഗശൂന്യമായ ഒരുപാട് വസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും, അല്ലേ? പാത്രങ്ങളായിട്ടും ഫർണിച്ചറുകളായിട്ടും തുണിത്തരങ്ങളായിട്ടും അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക്സ് ആയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതും കേടുവന്നതുമായിട്ടുള്ള സംഭവങ്ങൾ ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അൺവാണ്ടഡ് തിങ്സ് എന്നാണ് കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ റിമൂവ് ചെയ്യുക, അതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് സ്പേസ് ആണ് വരുന്നത്. ഈ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഉപയോഗിക്കില്ല, വെറുതെ ഓരോ മുക്കിലും മൂലയ്ക്കും നമ്മളത് കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പൊടി പിടിച്ചിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുണ്ടാവില്ല, എന്നാൽ നമ്മൾ കളയൂല്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും അത് അങ്ങനെ ശരിയാക്കാം ഇങ്ങനെ ശരിയാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ കുറേ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കും. ഫർണിച്ചറൊക്കെ അങ്ങനെയാണ്, അത് അങ്ങനെയൊക്കെ ശരിയാക്കാം ഇങ്ങനെ ശരിയാക്കാം എന്നൊക്കെ വിചാരിക്കും. ഉപയോഗിക്കാൻ പറ്റുമോ? അതിപ്പോൾ ചെയറുകളാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇരിക്കാൻ പറ്റില്ല, എന്നാൽ നമ്മളത് കളഞ്ഞിട്ടും ഉണ്ടാവില്ല, അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ഥലം അവിടെ വേസ്റ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ. പിന്നെ അതിൽ പൊടിയായി മാറാലയായി 1-2 ദിവസം നമ്മൾ തൂത്ത് തുടച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു അനാവശ്യ വസ്തുവായിട്ട് വീടിന് വൃത്തികേടാക്കിയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ അത്തരം കേട് വന്നതും പൊട്ടിയതും പൊളിഞ്ഞതും ആയിട്ടുള്ള സംഭവങ്ങൾ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വീടിനകത്ത് ഒരുപാട് സ്പേസാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത തുണിത്തരങ്ങൾ നമുക്ക് ആവശ്യമുള്ളവയൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ അത് ആർക്കെങ്കിലും ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പുതിയതാണ് നമുക്ക് കൊള്ളില്ല അല്ലെങ്കിൽ നമുക്ക് പാകമല്ല, അത്തരം ഡ്രസ്സുകളൊക്കെ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേണ്ടാത്തത് നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കബോർഡിനകത്താണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ പെട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും സൂക്ഷിച്ച് വെക്കുന്ന വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും ഈ ആവശ്യമില്ലാത്ത ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കി കളയുമ്പോൾ. അപ്പോൾ നമുക്ക് പുതിയതൊക്കെ നമുക്ക് അവിടെ എടുത്തു വെക്കാൻ സാധിക്കും. അപ്പോൾ അത് പുറത്തിങ്ങനെ നമ്മൾ അലക്ഷ്യമായിട്ട് ഇട്ടതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ പോയപ്പോൾ ഡ്രസ്സ് എത്രയോ ദിവസം അലക്കി കൊണ്ടുവന്നതും അലക്കാനിട്ടിരിക്കുന്നതും മുക്കിലും മൂലയിലൊക്കെ ഉള്ളത് കൂട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലക്കി കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു ബെഡിന് ഒരു കൂന കണക്കിനാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഒന്ന് മടക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ അതൊന്ന് വൃത്തിയായിട്ട് എവിടെയെങ്കിലും ഒന്ന് അടുക്കി പറക്കി വെക്കണ്ടേ, അതുപോലും ചെയ്യാതെ അലക്ഷ്യമായിട്ട് ബെഡിൽ ഇങ്ങോട്ട് കൂന കണക്കെ കൂട്ടി ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ദിവസമല്ല, ഇവരുടെ നിത്യം ശീലം ഇത് തന്നെയാണ്. അപ്പം എന്താ, അവർക്ക് വെക്കാൻ സ്ഥലമില്ല, കാരണം അവരുടെ ഇഷ്ടം പോലെ ഡ്രസ്സുകളാണ്. ഇതൊക്കെ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും അലക്കാനുള്ളതും ഇതൊക്കെ ഒരു വൃത്തികേടിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് ചിലരുടെ ശീലത്തിൻ്റെയും കൂടെ ഭാഗമാണ്. അപ്പോൾ അത്തരം ശീലമുള്ള ആൾക്കാർക്കും കൂടി അല്ലെങ്കിൽ അത്തരം സ്വഭാവമുള്ള ആൾക്കാർക്കും കൂടി ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് നല്ലത് വെക്കാൻ ഇഷ്ടംപോലെ സ്പേസ് കിട്ടും. പിന്നെ ഇത് ഒരുപാട് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്കിത് എവിടെ വെക്കും, എങ്ങനെ വെക്കും, എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് അറിയാതെ പോകുന്നത്. ചിലരൊക്കെയാണ് വണ്ണം കൂടുമ്പോൾ കൊള്ളാത്ത ഡ്രസ്സുകളൊക്കെ അത് എടുത്തു വെക്കും, ഇനി വണ്ണം കുറയട്ടെ അപ്പോൾ ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അവരുണ്ട് വണ്ണം കുറയുന്നു, അവർ വണ്ണം വെക്കുന്നവർ വണ്ണം കൂടല്ലാതെ ഒരിക്കലും അവർ കുറയാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ്, ആ ഡ്രസ്സൊക്കെ അവിടെ അങ്ങനെ സൂക്ഷിച്ച് വെക്കും. പുതിയതൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തീരെ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അത് ഒഴിവാക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ പാത്രങ്ങളുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാലമാണ്. നമുക്ക് ഉപയോഗശൂന്യമായ പാത്രങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, കടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് പകരം കുറച്ച് ക്യാഷും കൂടി കൂട്ടി നമുക്ക് പുതിയത് മേടിക്കാൻ സാധിക്കും. ഈ പഴയത് ഉപയോഗിക്കില്ല, എല്ലാം പൊടി പിടിച്ച് നമ്മുടെ കിച്ചണിലാണെങ്കിൽ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ സൈഡിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളതിങ്ങനെ കൂട്ടി വെക്കും. വെറുതെ പൊടി പിടിച്ച് ഇരിക്കുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. ചിലരങ്ങനെയാണ്, എല്ലാം അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, ഒന്നും അത് കൊടുക്കില്ല. നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെ എല്ലാം ഈ വീടിനകത്ത് കുത്തി നിറച്ച് വെക്കുമ്പോൾ തന്നെ എന്താണ്, ഒരു നെഗറ്റീവ് എനർജിയാണ് ആ വീടിനകത്ത് ഉണ്ടാവുക. കാരണം എവിടെ നോക്കിയാലും സാധനങ്ങൾ എല്ലാം പൊടി പിടിച്ചിരിക്കണം.
ഒന്ന് അടുക്കി പറക്കി വെക്കാത്ത വീടുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും. ചിലർ ഇനി കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും മുക്കിലോ മൂലയിലോ തള്ളിയിട്ട് ബാക്കി സ്പേസൊക്കെ ഒന്ന് കുറച്ചെങ്കിലൊക്കെ റെഡിയാക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. പലർക്കും അതാണ് ഈ പഴയ സാധനങ്ങൾ കൊടുക്കുക വെച്ചാൽ ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്ന് വെച്ചാൽ. ഇത് നമ്മുടെ വീടിന് ഒരു നെഗറ്റീവ് എനർജിയാണ് പ്രദാനം ചെയ്യുന്നത്. എവിടെ നോക്കിയാലും പൊടി പിടിച്ച സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വീടിനകത്ത് ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ്. പിന്നെ തുണികളൊക്കെ പ്രത്യേകിച്ചും അലക്ഷ്യമായിട്ടിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹോളിൽ ചെന്ന് നോക്കിയാലും സ്ഥലപരിമിതി ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ ചെറുതായിട്ടൊക്കെ അത് മടക്കിയിട്ട് കവറിലോ പെട്ടിയിലോ പിന്നെ ചെറിയ കബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ മടക്കിയൊക്കെ റെഡിയാക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. ഉള്ള സ്പേസ് അതുപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വലിയ വീടുകളായിരിക്കും, പക്ഷെ ഇതെല്ലാം അലക്ഷ്യമായി ഇടുന്ന ഒരുപാട് പേരുണ്ട്. അത്തരം ആൾക്കാർക്കാണ് ഞാൻ ഈ ടിപ്പ് പറയണത്. ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്നും ഒഴിവാക്കുക. ഇനി ഇതുപോലെ ഫർണിച്ചറുകളും മറ്റതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, മാറ്റി എടുക്കാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് പുതിയത് കുറച്ചുകൂടെ ക്യാഷ് കൂട്ടി നമുക്ക് പുതിയത് മേടിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിനകം ഒരു ആവശ്യമില്ലാത്ത സംഭവങ്ങൾ കൂന കൂടി കിടന്നിട്ട് പൊടിയും പിടിച്ച് കിടക്കണ അത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതുകൊണ്ട് എന്താണ്, നമ്മളിത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ പൊടിയും പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളും നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക. വീടിനോ നെഗറ്റീവ്, നമ്മളും കൂടി ഒരു നെഗറ്റീവിലേക്കാണ് പോവുക. ചിലരൊക്കെ അടുക്കള കിച്ചണിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ടോ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അതിൻ്റെ പുറത്ത് ഇത്തരം ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കണ്ടാൽ തന്നെ അത് ഉപയോഗശൂന്യമാണെന്നും അതിൽ ഭക്ഷണം പാകം ചെയ്താൽ നമുക്ക് കഴിക്കാൻ കറ പിടിച്ചിട്ടും ചളി പിടിച്ചിട്ടും അങ്ങനെ വൃത്തികേടായിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല ടിപ്പാണ്. പിന്നെ വീടുകളിലൊക്കെ കുട്ടികളാണ്, ചിലവർ വരും മോനത് അവിടെ ഇട്ടോ മോളത് അവിടെ ഇട്ടോ, ഏത് സാധനങ്ങളാണോ എടുത്തിട്ടുള്ളത് അത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ആണെങ്കിലും നമ്മൾ ശീലിപ്പിക്കുക. കുട്ടികളോട് ചില രക്ഷിതാക്കളൊക്കെ കണ്ടിട്ടുണ്ട്, കുട്ടികളെ ഒരുപാട് വഴക്ക് പറയും. അത് അവിടെ കൊണ്ടുവന്നിട്ടോ, അത് അവിടെ അല്ലേ ഇരിക്കേണ്ടത്, അത് അവിടെ നിന്ന് എടുത്തത് എന്തിനെ, അല്ലെങ്കിൽ എന്താ അവിടെ വെക്കാനെന്നൊക്കെ ചോദിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ അത് മക്കളെ വഴക്ക് പറഞ്ഞിട്ടല്ല അത് ചെയ്യിക്കേണ്ടത്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് അവിടെ വെച്ച സാധനമല്ലേ മോൻ അവിടെ തന്നെ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർ ആ എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കുള്ളൂ. അല്ലാതെ നമ്മളെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വഴക്ക് അവരെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ആ സാധനം അവരെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവരൊരിക്കലും അത് എടുത്തെടുത്ത് വെക്കാൻ പഠിക്കില്ല. അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക. അമ്മമാരൊക്കെ പ്രത്യേകിച്ചും മനസ്സിലാക്കുക. മക്കളെ സ്നേഹത്തോടു കൂടി വിളിച്ച് അത് ഇടത്തെടുത്ത് തന്നെ വെപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ അവരെ വഴക്ക് പറഞ്ഞിട്ട് അത് നിങ്ങൾ തന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മക്കളത് പഠിക്കില്ല. അവരുടെ ജീവിതത്തിൽ അത് ശീലം ഉണ്ടാവില്ല. ഇത്തരം ശീലങ്ങളൊക്കെ കുഞ്ഞുനാളിലെ ശീലിച്ച് കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു അടുക്കും ചിട്ടി അവരെ ഈ ചെറുപ്പത്തിലെ നമ്മൾ പഠിപ്പിച്ച് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും മുതിർന്ന് വരുമ്പോൾ വൃത്തിയുള്ള അല്ലെങ്കിൽ അടുക്കും ചിട്ടിയും ഉള്ള ശീലമുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് അവർ മാറുള്ളൂ. ഇത് കുഞ്ഞുനാളിലെ ഒന്നും പഠിപ്പിക്കില്ല. കുട്ടികളൊക്കെ ചില കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ കാണാം ഷൂ ഒരു സ്ഥലത്തേക്ക് എറിഞ്ഞ്, സോക്സ് മറ്റൊരു സ്ഥലത്തേക്ക് എറിഞ്ഞ്, ബാഗ് എവിടെയെങ്കിലും വെച്ച്, ഇങ്ങനെ ആണ് കുട്ടികൾ അകത്തോട്ട് കയറി വരുന്നത്. കുട്ടികളെ ഇത് ആദ്യം തന്നെ 1-2 ദിവസം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ടത് ചെയ്യാൻ ശീലിക്കും. കുഞ്ഞുനാളിൽ പഠിക്കുന്ന ശീലങ്ങളൊന്നും നമ്മൾ പെട്ടെന്ന് അത് മറന്നു പോകുന്നില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ. നല്ല ശീലങ്ങളാണെങ്കിലും മോശം ശീലങ്ങളാണെങ്കിലും ചെറുപ്പത്തിൽ ശീലിച്ചത് എന്നും മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവും തന്നെയാണ് പറഞ്ഞത്. ഇതൊരു പഴഞ്ചൊല്ലിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്താണോ ശീലിക്കണത്, എന്താണോ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒരു പരിധി വരെ വൃത്തിയായിട്ട് തന്നെ, അല്ലെങ്കിൽ അടുക്കോടുകൂടി തന്നെ ഇരിക്കും. ഇപ്പോൾ ഒരു നഖം വെട്ടുന്ന ഒരു കട്ടറാണെങ്കിൽ പോലും അത് അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ കാണാൻ ഉണ്ടാവാതെ പോകും. കാരണം കുറേ സംഭവങ്ങൾ അവിടെ ഇവിടെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ആവശ്യമുള്ള സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ കിട്ടില്ല. ഒരാളെടുത്ത് വെച്ചു, അത് മറ്റൊരു സ്ഥലത്ത് വെച്ചു, മറ്റൊരാളെടുത്തത് വേറൊരു സ്ഥലത്ത് വെച്ചു. അങ്ങനെ ആ സാധനം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആർക്കാർക്കും അറിയുണ്ടാവില്ല. വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും ആ സാധനം എവിടെ ഇരിക്കുന്നത് എന്നുള്ളത് അറിവുണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു ഓർഡർ വേണം. എല്ലാ സംഭവങ്ങളും അതാത് സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. 4 പേരുണ്ടെങ്കിൽ 4 പേരും ഓരോ സാധനങ്ങളെടുത്ത് 4 ദിക്കിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതെവിടെയാണ് ഇരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുക. അപ്പോൾ അത്തരം ഒരു ശീലം സ്വായത്തമാക്കുക.
പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ആ മരത്തിൻ്റെ ചുവടും വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളത്. കാരണം മരമാണ്, അതിൽ ഉണങ്ങിയ ഇലകളൊക്കെ താഴേക്ക് പൊഴിഞ്ഞു വീഴാം, പക്ഷേ അതും നമ്മൾ അടിച്ച് വൃത്തിയാക്കി വെക്കണം എന്നാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ആ ഒരു ഇടം പോലും വൃത്തിയാക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ശീലത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വൃത്തിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ വൃത്തിയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ തന്നെ മാറ്റം വരും. ഇപ്പോൾ വീടിനകത്തൊക്കെ നിറയെ പൊടിയാണ്, അവിടെ ഉള്ള ഒരാൾക്കാർക്ക് ജലദോഷം മാറിയൊരു സമയം ഉണ്ടായിരിക്കില്ല. ഈ പൊടിയാണ് നമ്മൾ ഫുൾ ടൈം ഫാനിട്ടിട്ടും ഒക്കെ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസുഖത്തിനെ തന്നെ നമുക്ക് ഒരുവിധം ചെറുക്കാൻ സാധിക്കും. അലർജിയും തുമ്മലും ഒക്കെ വരുന്നത് എന്താണ്? പൊടി ശ്വസിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ അന്നുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരൊക്കെ അന്നു തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം കൂട്ടിവെച്ച് പിന്നെ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നറിയാതെ വലിയൊരു കാര്യമായി മാറ്റാതിരിക്കുക. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, കിച്ചണിൽ രാവിലെ കഴിച്ച പാത്രങ്ങളായിരിക്കാം, രാവിലെ പാചകം ചെയ്ത പാത്രങ്ങളായിരിക്കാം, അതൊക്കെ അവിടെ സിങ്കിലിട്ടിട്ട് ഉച്ചത്തെയും കൂടെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴുകാമെന്ന് തീരുമാനിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇതൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. വേറെ അത്രയും നമുക്ക് വല്ല കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സമയത്തൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് എന്നും ഇതന്നെ ഒരു ശീലമാക്കിയ ആൾക്കാരുണ്ട്. ഈ സിങ്കിലൊക്കെ ഇത്രയും പാത്രങ്ങൾ നിറച്ച് വെക്കുന്ന ടൈപ്പുള്ള ആൾക്കാർ. ഓരോ പാചകം കഴിയുമ്പോഴും അപ്പത്തെ പാത്രങ്ങൾ അപ്പം കഴുകിയെടുത്ത് കഴിഞ്ഞാൽ എത്ര ഈസി ആയിരിക്കും, നമ്മുടെ ജോലിഭാരം തന്നെ എത്ര കുറയും. ഇത് രാവിലത്തത് ഉച്ചയ്ക്ക് കഴുകാമെന്ന് കൂട്ടി വയ്ക്കുമ്പോൾ അതെല്ലാം ഉണങ്ങി അതിലെല്ലാം ഒട്ടിപ്പിടിച്ച് പിന്നെ നമ്മളത് എത്ര ബുദ്ധിമുട്ടണം അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ എത്ര സമയം നമ്മളുടെ തന്നെ വേസ്റ്റാണ്. അപ്പോൾ അപ്പപ്പോൾ കാര്യങ്ങൾ അപ്പോൾ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പണി തന്നെ വളരെ ലാഭമായിട്ട് തോന്നും. അപ്പോൾ എപ്പോഴും വീട് വൃത്തിയായിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.